ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഗ്രാൻഡ് ഫാദറിനും എൻ്റെ ഫാദറിനും അവർ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരിച്ചവരാണ്. അപ്പോൾ ഈ ഹാർട്ട് അറ്റാക്കും പാരമ്പര്യവുമായിട്ട് എത്രത്തോളം ബന്ധമുണ്ട്? വളരെയധികം സ്ട്രോങ് റിലേഷൻഷിപ്പ് ഉണ്ട്. അതായത് നമുക്ക് ഈവൻ ബീറ്റ് നമ്മുടെ ഫാദറിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും മെത്തറിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് നമ്മുടെ തൊട്ട് ഫസ്റ്റ് ഉണ്ടല്ലോ, അമ്മയുടെ ആദ്യ സഹോദര അമ്മാച്ചന്മാർ, അവർക്കൊക്കെ ഹാർട്ട് ഡിസീസ് ഉണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. അപ്പോൾ പ്രെവലൻസ് നമുക്ക് സ്ക്രീൻ വളരെ യങ് ഏജിൽ തന്നെ അങ്ങനെയുള്ളവർക്ക് ഹാർട്ട് ഡിസീസസ് നമ്മൾ സ്ക്രീൻ ചെയ്ത് തുടങ്ങണം എന്ന് പറയും. വ്യത്യാസമില്ല, ആൺ പെൺ വ്യത്യാസമില്ല. എന്താണെങ്കിലും മെറ്റേണൽ സൈഡാണെങ്കിലും ഓവറോൾ നമ്മൾ പിന്നെ നമുക്ക് എസ്പെഷ്യലി നമ്മൾ അതിൻ്റെ ഒരു ഏജ് പറയും. അതായത് ഫീമെയിൽസിനാണെങ്കിൽ 65 വയസ്സ് താഴെയുള്ള ഫീമെയിൽസിന് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള റിലേറ്റീവ്സ് നമുക്കുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ കെയർഫുൾ ആയിരിക്കണം. അമ്മക്കാണെങ്കിൽ മെയിൽസിലാണെങ്കിൽ 55 വയസ്സ് താഴെ ഹാർട്ട് അറ്റാക്ക് വന്നവർ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ കെയർഫുൾ ആയിരിക്കണം. ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് തന്നെ ആവണമെന്നില്ല, പെട്ടെന്ന് കുഴഞ്ഞ് വീണ് മരിച്ചവർ ചിലപ്പോൾ ഹോസ്പിറ്റലുമായിട്ട് എത്തിക്കാൻ പറ്റിയിട്ടില്ല, ചിലപ്പോൾ നമുക്ക് ആ ഡയഗ്നോസിസിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഏർലി ഡെത്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത കുഴഞ്ഞു വീണിട്ടുള്ള മരണങ്ങൾ, അങ്ങനെയുള്ളവർ ഈ ഒരു യങ് ഏജിലുള്ളവർ നമ്മുടെ ഫാമിലിയിലുണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ കെയർഫുൾ ആവണം. ആ ഒരു സമയത്ത് നമ്മൾ സ്ക്രീനിങ് ബിഫോർ ദാറ്റ് നമ്മളതിൻ്റെ ഒരു നമ്മൾ പറയത്തില്ലേ, നമ്മൾ വി ഷുഡ് നോ യുവർ നമ്പേഴ്സ് എന്ന് പറയും. അതായത് നമ്മുടെ ഷുഗർ, നമ്മുടെ പ്രഷർ, നമ്മുടെ കൊളസ്ട്രോൾ ലെവൽസ്, നമ്മുടെ വെയിറ്റ്, ഐ തിങ്ക് വി ഷുഡ് ബി നോയിങ് ബൈ ദാറ്റ് ഫ്രം യുവർ യങ് ഏജ്. ദേ സേ ആഫ്റ്റർ 20 years 20 വയസ്സിന് ശേഷം തൊട്ട് തന്നെ നമ്മൾ കെയർഫുൾ ആയിരിക്കണം ഈ ഒരു ഫാമിലി ഹിസ്റ്ററി ഉള്ളവർ. അപ്പോൾ അതിന് പറ്റുന്ന ടെസ്റ്റുകൾ അങ്ങനെയൊക്കെ ഉണ്ടോ? സോ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫാദറിനും എൻ്റെ ഗ്രാൻഡ് ഫാദറിനും ഉള്ളത് കൊണ്ട് ഞാൻ വാട്ട് കൈൻഡ് ഓഫ് ടെസ്റ്റാണ് അപ്പോൾ ഞാൻ ചെയ്യേണ്ടത്? ഞാൻ എന്താ നോക്കേണ്ടത്? നമ്മുടെ രീതി തന്നെ നമുക്ക് നോക്കാം, നമ്മുടെ ആക്ടിവിറ്റി സ്റ്റൈൽ നമുക്ക് നോക്കാം, നമ്മുടെ വെയിറ്റ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്പേഴ്സ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ പറയാം. കിഡ്നിയാണ് മെലിഞ്ഞിട്ടാന്ന് വെച്ചിട്ട് നമ്മൾ ഹെൽത്തി ആണെന്ന് വെച്ചാൽ അങ്ങനെ ഇരിക്കേണ്ട എന്നുള്ള ഒരു വിചാരം. അതായത് നമ്മുടെ BP നമ്മൾ അറിഞ്ഞിരിക്കണം, റെഗുലറായിട്ട് BP മോണിറ്റർ ചെയ്യണം, നമ്മുടെ ബ്ലഡ് ഷുഗേഴ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം, കൊളസ്ട്രോൾ വാല്യൂസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് മൂന്നും നമുക്ക് ഇപ്പം വളരെ കോമൺ ആണ്, നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി സ്പെസിഫിക്കലി കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് എന്നാ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരുപാട് അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ CT സ്കാൻ ഉണ്ട്. നമുക്ക് ആക്ച്വലി നമ്മൾ റിസ്ക് സ്കോറായിട്ട് നമ്മൾ അസസ് ചെയ്യും. നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസിന് നമ്മൾ റിസ്ക് കാറ്റഗറൈസ് ചെയ്യും. ഈ പേഷ്യൻ്റ് ഇന്ന കാര്യങ്ങളുണ്ടെങ്കിൽ, ഷുഗർ ഉണ്ടെങ്കിൽ, പ്രഷർ ഉണ്ടെങ്കിൽ, വെയിറ്റ് കൂടുതലാണെങ്കിൽ അവരൊരു ഹൈ റിസ്ക് കാറ്റഗറിയിലേക്ക് മാറും. അങ്ങനെ ഉണ്ട്, ഇൻ്റർമീഡിയറ്റ് റിസ്ക് ഉണ്ട് അല്ലെങ്കിൽ ഹൈ റിസ്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കാർഡിയാക് നമ്മുടെ CTക്കകത്ത് കാൽഷ്യം സ്കോറിംഗ് എന്ന് പറഞ്ഞിട്ട് കാർഡിയാക് CTയിൽ നമുക്ക് ഉണ്ട്. ഈ കാൽഷ്യം സ്കോറിംഗ് എടുത്തിട്ട് സ്കോറിനെ അസസ് ചെയ്തിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് നമുക്ക് അവർക്ക് നേരത്തെയുള്ള തെറപ്പിയിലേക്ക് നമുക്ക് അവരെ സ്റ്റാർട്ട് ചെയ്യാം. കൊളസ്ട്രോളിൻ്റെ ആണെങ്കിലോ അല്ലെങ്കിൽ പ്രിവെൻഷന് വേണ്ടിയിട്ടുള്ളതാണെങ്കിലോ നമുക്ക് കാർഡിയാക് CT കാൽഷ്യം സ്കോറിംഗ്, അത് ഒരു കാര്യം. പിന്നീട് സിംറ്റംസ് അല്ലെങ്കിൽ നമുക്ക് ട്രെഡ്മില്ല് എക്കോ ഒക്കെ ഉണ്ട്, ഇപ്പോൾ വീണ്ടും ഉണ്ട്. പക്ഷെ അതൊന്നും നമുക്കൊരു സ്ക്രീനിങ്ങിനായിട്ട് വരുന്നില്ല. നമുക്ക് ആ ഒരു ഇനീഷ്യൽ കാറ്റഗറിയിലും ഇപ്പം ബേസിക്കലി നമ്മൾ റിസ്ക് കാറ്റഗറി പെടുന്ന ആളാണോ എന്ന് ഫസ്റ്റ് അസസ് ചെയ്യുക. യു ഫൈൻഡ് ഔട്ട് യുവർ റിസ്ക് ആൻഡ് ദെൻ ടേക്ക് ദ പേഷ്യൻറ്റ് ഫോർ ദ കാൽഷ്യം സ്കോറിംഗ് ആൻഡ് ദെൻ വി വിൽ ഡിസൈഡ് അക്കോർഡിംഗ് ടു ദ ഇവാലുവേഷൻ. അതനുസരിച്ച്